മനുഷ്യന്റെ തലയോട്ടി എന്ന അവകാശവാദവുമായി മുഖം മറച്ച ഒരു മനുഷ്യൻ വരുന്നു. നൂറുകണക്കിന് സ്ത്രീകളെ, പ്രത്യേകിച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയായവരെ കൂട്ടക്കുഴിമാടങ്ങളുണ്ടാക്കി അടക്കം ചെയ്തെന്ന് പറയുന്നു. തുടർന്ന് ധർമ്മസ്ഥലയിലും കർണാടകയിലുമാകെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്താണ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിലെ കുഴിമാട കേസിന്റെ നിലവിലെ സ്ഥിതി? SIT അന്വേഷണം അവരെ അവസാനിപ്പിച്ചു കഴിഞ്ഞോ? വിശദമായി പരിശോധിക്കുകയാണ് ജാഗ്രത. ജൂലൈ 3-ന് കർണാടകയിലെ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മുഖംമൂടി ധരിച്ചെത്തിയ വ്യക്തി ഒരു തലയോട്ടി കാണിക്കുന്നു. ലൈംഗികാതിക്രമത്തിന് ഇരയായവരുൾപ്പെടെ നൂറുകണക്കിന് പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്നു. 1990-കൾക്കും 2000-നുമിടയിൽ നിരവധി മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായി. കുറ്റബോധം കൊണ്ടാണ് പോലീസിനോട് കാര്യങ്ങൾ പറയുന്നത് എന്നെല്ലാം ഒരു അജ്ഞാതൻ പറഞ്ഞതോടെ കർണാടകയിലാകെ കോളിളക്കമുണ്ടായി. ധർമ്മസ്ഥല ദേശീയ ശ്രദ്ധയിലേക്ക് വന്നു. വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ സംഘത്തിന്റെ ചുമതല നൽകി. 13 ഇടങ്ങൾ ശവക്കുഴികളെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ആൾ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ 2 ഇടങ്ങളിൽ നിന്ന് ഏതാനും ചില മനുഷ്യാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നല്ലാതെ മറ്റൊന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. ആരുടേതെന്ന് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന സ്ഥലമാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമെന്ന് പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചു. പോലീസിനെ പറ്റിക്കുകയായിരുന്നുവെന്നും ഗൂഢപദ്ധതികളുമായാണ് ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്നും തിരിച്ചറിഞ്ഞതോടെ ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അജ്ഞാതന്റെ പേരുവിവരങ്ങളും പുറത്തുവന്നു. ചിന്നയ്യ. ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ചിന്നയ്യയുടെ ആദ്യ ഭാര്യ അദ്ദേഹം പറയുന്നതെല്ലാം നുണയാണെന്ന് പോലീസിനെ അറിയിച്ചു. പിന്നീട് ഗൂഢാലോചനയുടെ ഭാഗമായി ആരോപണങ്ങൾ ഉന്നയിക്കാൻ താൻ നിർബന്ധിതനായതാണെന്ന് ചിന്നയ്യ പോലീസിനോട് പറഞ്ഞു. ക്ഷേത്ര നഗരത്തിൽ നിന്ന് ദുരൂഹമായ തിരോധാനങ്ങൾ ഉണ്ടായെന്ന് വരുത്തി തീർക്കാൻ തയ്യാറാക്കിയ പദ്ധതി എന്തായിരുന്നുവെന്നും ആരാണ് ഈ വൻ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഗുരുതരമായ ആരോപണങ്ങളിലൂടെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ക്ഷേത്രത്തിനും ക്ഷേത്ര നഗരത്തിനുമുള്ള പ്രാധാന്യം എന്തെല്ലാമാണ്? എന്തൊക്കെ ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്? ബംഗളൂരുവിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെയുള്ള ധർമ്മസ്ഥലയിലാണ് 800 വർഷം പഴക്കമുള്ള മഞ്ജുനാഥേശ്വര സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവ ബ്രാഹ്മണരാണെന്നതും ഒരു ജൈന കുടുംബമാണ് ക്ഷേത്രഭരണം കൈകാര്യം ചെയ്യുന്നത് എന്നതും ചരിത്ര കഥകളാണ്. ഓരോ തലമുറയിലും കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷാംഗം അധികാരി എന്ന പേരിൽ ഹെഗ്ഗഡെ പദവി ഏറ്റെടുക്കും. നിലവിലെ അധികാരി വീരേന്ദ്ര ഹെഗ്ഗഡെയാണ്. അദ്ദേഹം രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗവും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവനുമാണ്. ഈ കുടുംബത്തിനോ അധികാരിക്കോ എതിരായി വിവാദം സൃഷ്ടിക്കലായിരുന്നോ ചിന്നയ്യയെ പറഞ്ഞയച്ചവരുടെ ലക്ഷ്യം? അറിയില്ല. ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥലയിൽ നിന്ന് സ്ത്രീകൾ അപ്രത്യക്ഷരാവുകയും ഒടുവിൽ മരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. ആദ്യത്തെ ആരോപണമുണ്ടായത് 1987-ലാണ്. 17 വയസ്സുള്ള പത്മലത എന്ന പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവളുടെ കുടുംബം മരണത്തിൽ വലിയ ദുരൂഹതകൾ ആരോപിച്ചു. കേസ് ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു. 2012-ൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വലിയ ഇടം പിടിച്ചുപറ്റി. ആദ്യം സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസ് CBIക്ക് കൈമാറി. കുറ്റക്കാരനെന്ന് കണ്ടെത്തി പിടികൂടിയ സന്തോഷ് റാവു എന്ന വ്യക്തിയെ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ 2023 കുറ്റവിമുക്തനാക്കി. പുനരന്വേഷണത്തിനുള്ള അപേക്ഷ കഴിഞ്ഞ വർഷം കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. നിലവിൽ ഉയർന്നു വന്ന വിവാദങ്ങൾക്കിടെ 19 വയസ്സുള്ള തന്റെ മകൾ അനന്യയെ ധർമ്മസ്ഥലയിലേക്കുള്ള കോളേജ് യാത്രക്കിടയിൽ കാണാതായി എന്ന പരാതിയുമായി സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്തു വന്നു. ഒട്ടും താമസിയാതെ സുജാത ഭട്ട് മലക്കമറിഞ്ഞു. ക്ഷേത്രവുമായി തന്റെ കുടുംബത്തിന് സ്വത്ത് തർക്കമുണ്ടെന്നും കേസുമായി ബന്ധപ്പെട്ട് ചില ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് വ്യാജ ആരോപണവുമായി രംഗത്തെത്തിയതെന്നും സുജാത ഭട്ട് പറഞ്ഞു. തനിക്ക് മകളേ ഇല്ല എന്നും അവർ വെളിപ്പെടുത്തി.
സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം ധർമ്മസ്ഥലയിൽ കാണാതായവരുടെയും അസ്വാഭാവിക മരണങ്ങളുടെയും എണ്ണം ഏകദേശം 400 ആണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അസ്വാഭാവികതയുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തെളിവുകളോ അന്വേഷണങ്ങളോ ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. കൂട്ടക്കുഴിമാടം അവകാശവാദം ഉന്നയിക്കാൻ തന്നെ നിർബന്ധിച്ചവരുടെ പേര് ചിന്നയ്യ SITയോട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. 45-കാരനായ ചിന്നയ്യ SITയോട് പറഞ്ഞ ഗൂഢാലോചനയ്ക്ക് പിന്നാലെയാണ് SIT ഇപ്പോൾ. കൂട്ടക്കുഴിമാടം എന്ന ഗൂഢാലോചനാ സിദ്ധാന്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ്? എന്താണ് ധർമ്മസ്ഥലയെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം? ശക്തമായ ചോദ്യങ്ങളാണ് SITക്ക് മുന്നിലുള്ളത്. എല്ലാ വിവാദങ്ങൾക്കും SIT ഒരു കൃത്യമായ മറുപടി കുറ്റപത്രത്തിന്റെ രൂപത്തിൽ കോടതിക്ക് മുന്നിൽ വയ്ക്കുന്നതുവരെ ഉത്തരങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.